ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പി. ഇന്നിവിടെ വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാതെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ്. എന്നാൽ ഇന്നത്തെ ഫ്രൈഡ് റൈസ് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പോവുകയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 250 മെഷർമെൻറ്റിലുള്ള 2 കപ്പാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബസ്മതി റൈസ് എന്ന് പറയുന്നത് മീസാൻ ഗോൾഡ് ബസ്മതി റൈസ് ആണ്. ഓരോ ബസ്മതി റൈസിൻ്റെയും ബ്രാൻഡിനനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. നമ്മൾ റൈസ് കുതിർക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒട്ടും തന്നെ കളർ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ വേണം കുതിർക്കാൻ വെക്കാൻ. അതുവരെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വെക്കാം. അങ്ങനെ ആകുമ്പോഴേ ഫ്രൈഡ് റൈസിൻ്റെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് റൈസ് കുതിർക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അതായത് ഞാനിവിടെ അൽകബീറിൻ്റെ ഫ്രോസൺ മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ് ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ തന്നെ ഉണ്ട്. ക്യാരറ്റ്, സ്പ്രിംഗ് ഓനിയന്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, അതുപോലെ തന്നെ ബീൻസ്, ഈ വെജിറ്റബിൾസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് ഹാഫ് കുക്കാക്കിയിട്ടാണ് ഈ ഒരു വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യാതെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിന് പുറമെ ഞാൻ ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് 3 വലിയ സൈസിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ 4 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അതിന് പുറമെ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം, ചെറിയൊരു പീസ് ഉള്ളിയും കൂടി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിന് മെയിനായിട്ട് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ ചില സോയാ സോസിന് ഓൾറെഡി അതിൽ തന്നെ സാൾട്ട് ഉണ്ടാകും, സാൾട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ സാൾട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിലുള്ള സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സാൾട്ട് യൂസ് ചെയ്യേണ്ട. പിന്നെ ഞാൻ ഇതിലേക്ക് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ റൈസൊക്കെ ഇവിടെ 10 മിനിറ്റ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ട്രെയിനറിൽ മാറ്റിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് അത്യാവശ്യം വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബസ്മതി റൈസ്, ഫ്രൈഡ് റൈസിൻ്റെ റൈസ് നന്നായിട്ട് ആയാസത്തിൽ വെന്തെടുക്കണം. ഒരുപാട് തിങ്ങി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈസൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റൈസ് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിൻ്റെ ഡബിൾ വെള്ളം നമ്മൾ പോട്ടിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 4-5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ പകുതി നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീരിന് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ചെറുനാരങ്ങൻ്റെ നീരും സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസ് ഒട്ടി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൈസിന് കുക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ റൈസിനനുസരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. ഏകദേശം ഒരു 90% നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഏകദേശം ഞാനൊരു 90% ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൈസ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് ചൂടോടു കൂടി തന്നെ ഇതുപോലത്തെ ഒരു തട്ടിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലെ തട്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. റൈസ് ചൂടാറിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾസിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പരന്നിട്ടുള്ളൊരു തട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് സാൾട്ടും അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചിക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. സോസ് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പെട്ടെന്ന് തന്നെ ചിക്കിയെടുക്കാൻ.
അങ്ങനെ എഗ്ഗൊക്കെ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എഗ്ഗ് ഇവിടെ നിന്ന് മാറ്റി വെക്കാം. സെയിം പോട്ടിൽ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിത് ഉള്ളിയും ക്യാപ്സിക്കൊക്കെ അത്യാവശ്യം വഴന്ന് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രോസൺ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലെ വെജിറ്റബിൾസൊക്കെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. കാരണം ഇത് ഹാഫ് കുക്കായിട്ട് വരുന്ന ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്. ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. വെജിറ്റബിൾസ് ഏകദേശം കുക്കായി വരുന്ന സമയത്ത് നമുക്ക് എഗ്ഗ് ചിക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഇതിൽ സോയാ സോസിൽ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടാണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടി തയ്യാറാക്കുന്ന ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ചില്ലി സോസ് ഒഴിവാക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ചിക്കനോ ബീഫോ വേവിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ സോയാ സോസിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് റൈസ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ 2 ഷിഫ്റ്റായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം പകുതി ചേർത്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്തു. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ റൈസ് മിക്സ് ചെയ്തെടുക്കാൻ. ഈ റൈസ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് റൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്ന പാത്രം അത്യാവശ്യം വലിപ്പമുള്ളത് വേണം എടുക്കാൻ. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന ഈ ഒരു സ്പൂണ് സ്റ്റീലിൻ്റെത് യൂസ് ചെയ്യാതെ ഇതുപോലെ നോൺ സ്റ്റിക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്പൂണ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ തവ യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പം അരി ഒരുപാട് മുറിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. റൈസിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ഫ്രൈഡ് റൈസിന് എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൽ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിക്സിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റൻറ്റ് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.